നഴ്സറി സൊല്യൂഷൻസ് ആൻഡ് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ നഴ്സറിയാണ്. വർക്കല ആണ് ബേസ്. വർക്കല എന്ന് പറയുമ്പോൾ കല്ലമ്പലത്ത് നിന്ന് വർക്കലയ്ക്ക് എത്തുന്നതിന് മുമ്പ് വടശ്ശേരിക്കുളം ആലുമൂട് ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ താല്പര്യമുണ്ടായിരുന്നു പേര നട്ടിട്ട് അത് കായാവുമ്പോൾ. ഇത് ജപ്പാൻ റെഡ് വെറൈറ്റിയാണ്. ജപ്പാൻ റെഡാണ് ഇത്. ലളിത് ഇത് റെഡ് ഫ്ലഷ് ആണ്. അകം റെഡാണ്. സീഡ് കുറവായിരിക്കും. ഇത് ഹമ്മിങ് ബേർഡ്സ് ധാരാളമായിട്ട് വരുന്ന ഒരു സാധാ നാട്ടുമ്പുറത്തൊക്കെ ഉള്ളൊരു പൂവാണ്. ഇതൊരു സബ്ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് പൂ കിട്ടും. മെഡുല എന്നാണ് ഇതിൻ്റെ പേര്. മെഡുല. ഇപ്പോൾ 4 വർഷമായിട്ട് എനിക്ക് ഈ തോട്ടത്തിലുള്ള ഒരു പ്ലാന്റ്. എല്ലാ വർഷവും പൂക്കും. വെജിറ്റബിൾസ് പ്രധാനമായിട്ടും മുളകുകളാണ് ശ്രദ്ധിക്കുന്നത്. മുളകിൻ്റെ ഒരു 10 ഇനങ്ങളോളം തൈകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ പച്ചക്കറി തൈകൾ ഓരോ തൈക്ക് എത്ര? അതുകൊണ്ട് ഷെഡിനകത്ത് വെച്ച് ഇനിയിപ്പോൾ പ്രൂൺ ചെയ്ത് അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടി ശരിയായി. ഹൈബ്രിഡ് ആണോ? എല്ലാം ഹൈബ്രിഡിൻ്റെ എല്ലാ വെറൈറ്റികളും എല്ലാ നിറവും ഉണ്ടോ? കളക്ഷൻ ഉണ്ട്. ഇതെന്താ? അതിൻ്റെ ലീഫ് ടിപ്പിലെല്ലാം ഈ വെള്ള മുത്ത് വരും. വേറെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ എടുക്കാം. ഇതുകൂടാതെ മറ്റ് ചില ആക്ടിവിറ്റീസൊക്കെ കാർഷിക മേഖലയിൽ നമ്മൾ ഇടപെടുന്നത് ചെറിയ വീടുകളിലും റിസോർട്ടുകൾക്കും ആവശ്യമായിട്ടുള്ള ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗാർഡൻസിൽ ആയുർവേദിക് ഗാർഡൻസ്, ആയുർവേദ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കിഴി ഇടുന്നതിനാവശ്യമായിട്ടുള്ള കരുന്നച്ചി, ആടലോടകം, അത്തരത്തിലുള്ള ചെടികൾ കൊണ്ട്, മുരിങ്ങ, അത്തരത്തിലുള്ള പ്ലാന്റ്സ് കൊണ്ടുള്ള ഗാർഡൻസ്, അതുപോലെ അരോമാറ്റിക് പ്ലാന്റ്സ് കൊണ്ടുള്ള ഗാർഡൻസ്, അത്തരത്തിൽ ഗാർഡൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ചെറിയ രീതിയിൽ ലോൺ ചെയ്ത് കൊടുക്കുക, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മുന്തിരിമുളക് അതിൻ്റെ തൈകളാണ് ഇതെല്ലാം. ഹൈ കളേർഡ് ഓർണമെന്റ്. ഇതാണോ ഹൈ കളേർഡ് ഓർണമെന്റൽ മുളകാണ്? ഹൈ കളേർഡ് ഓർണമെന്റൽ മുളക്. ആദ്യം അത് വയലറ്റ് നിറമായിരിക്കും. പിന്നെ അത് അല്പം ഡാർക്ക് ബ്ലാക്കായി പിന്നെ പച്ചയാവും, ചുവപ്പാവും, മഞ്ഞയാവും, മഞ്ഞയായി ചുവപ്പാവും. ഒരേ സമയത്ത് തന്നെ പല സ്റ്റേജിലുള്ള മുളകുകൾ ഒന്നിച്ചുണ്ടാവും. എന്ന് പറഞ്ഞ ഒരു ഉണ്ടാക്കാൻ പച്ചക്കറി തൈകളെല്ലാം ഹൈബ്രിഡാണ്. കൃഷി വകുപ്പ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ്. പ്രധാനമായിട്ടും ഞങ്ങൾ പച്ചക്കറി തൈകളും ഫ്രൂട്ട് പ്ലാന്റ്സും ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒപ്പം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനുമുണ്ട്. സീസണൽ ഫ്ലവേഴ്സും അത്യാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്.
അന്നേരം അവർ കൂടുതലായിട്ടും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് കർഷകരിലെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാവാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിന് അനുയോജ്യമായിട്ടുള്ള മാവുകൾ ഏതൊക്കെയാണ്, കർഷകർക്ക് ഇപ്പോൾ കൃഷി വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്തുകൊണ്ട് തന്നെ കർഷകർ ആ രീതിയിലുള്ള ഒരു എൻക്വയറി കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരോട് ചില നീതി നമ്മൾ പുലർത്തേണ്ടതും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്ലാൻസും കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻസ് കൊടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പേരിട്ട് ഞാൻ ഒരു ഡോക്ടറുടെ നിന്നാണ് ഡോക്ടറാണ് എനിക്കിത് തന്നത്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ വൈറ്റ് എന്ന് പേരിട്ടു. അത് ശരി. ജാമ്പ ഇത്ര വലിപ്പം തന്നെ. ഇത് കുറച്ചുകൂടെ വലിപ്പം നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ. ഇത് നമ്മുടെ എലിഫന്റ് ഇത് വരതയാണോ? ഇതുപോലെ ഉത്സവ പറമ്പുകളിലൊക്കെ അച്ചാറിടുന്ന മുളകിന്റെ അച്ചാർ കിട്ടില്ല. ഇതാണോ? അതെ, ഇതാണ്. ശരി. ആസാമിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. മോൻ അവിടെ ഒരു ട്രെയിനിങ് പോയപ്പോഴത്തേക്ക് അവിടുത്തെ അച്ചാർ മുളക് കൊണ്ടുവന്നത്. വേറെ ഒരു ശരി. ഇതിന് വെള്ള സ്ട്രിപ്പ് കൂടെ വരുന്നുണ്ട്. ഇത് വേണോ അല്ലേ? ഇതിൻ്റെ അടിഭാഗമാണ് വീൻ. ഇതിന്റെ വിത്താണ്. സ്പോറാണ് അല്ലേ? അത് പക്ഷേ അത് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ തയ്യാവൂ. നല്ല ഭംഗിയുണ്ട്. റബ്ബർ. ഓ, ഇതിൽ ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെയാണ് തൈ വരുന്നത്. ഇതല്ലാതെ നമുക്ക് നട്ട് വിടണമെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിന് സ്പോർ ചെതറി വീഴുന്നതായി വീണിട്ട് ഈ ഒരു പാരലായിട്ടുള്ളതിൽ വരില്ല. ഓ, പക്ഷെ കിളികൾ കൂട് വയ്ക്കാറില്ല. ഇതിന്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഓർണമെന്റല്ലോ പാം. റാഫിസ് പാം എല്ലാം ഉണ്ട്. എന്നിട്ട് ഇത് ചുവപ്പ് നിറം വരും. മുഴുവനും ചുവപ്പാവും. മുഴുവൻ ചുവപ്പാവുന്നതിന് മുമ്പ് കിളി കൊണ്ടുപോകും. അയ്യോ. ഈ വിത്ത് ഈ പൂവിനിങ്ങനെ മാത്രം സിസോ വെറൈറ്റി ആണല്ലേ?
ഇത് വന്നിട്ട് അത് നമ്മൾ കത്തിരിയോ? ഇത് കത്തിരി ജനക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. അത് എവിടെയുള്ളതാ? ജനക് ഹൈബ്രിഡ് ആണ്. ഇവിടുത്തെ കേരളത്തിലാണ്? കേരളത്തിലല്ല, ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ്. ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡിൻ്റെ ജനക്. ഇതാണ് റെഡ് ലേഡി പപ്പായ. റെഡ് ലേഡി പപ്പായ അല്ലേ? ഇത് കവറിലാക്കി സെക്കൻഡറി ഹാർഡനിങ് നടത്തി കൊടുത്തു. വെരി ഗുഡ്. ആണല്ലേ? ഇതെന്താണത്? ഇതും കോബ്ര ഫാനാണ്. കോബ്ര. ഇതാണ് കോബ്ര ഫാൻ. ബേർഡ് നെസ്റ്റ്. ഇതേതാണ്? കൊടുക്കണ്ടേ? ഇതും കോബ്ര ഫാനിന്റെ വേറൊരു ടൈപ്പ്. കോബ്ര ഫാനിന്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത് കോബ്ര സ്കിൻ. കോബ്ര സ്കിന്നിന്റെ. കോബ്ര സ്കിന്നിന്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ ഒരു കോബ്രയുടെ സ്കിൻ പോലെ ഉണ്ട്. ഓ അതെ അതെ അതെ. ഫംഗൽ ഡിസീസ് കൂടുതലാണ്. ഉണ്ടല്ലേ? ഫംഗൽ ഡിസീസ് സസെപ്റ്റബിൾ ആണ്. ശരി. ഇതെല്ലാം മറ്റേ നമ്മൾ ബേർഡ് നെസ്റ്റ്. ഇത് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ബേർഡ് ഓഫ് പാരഡൈസ്. അതിന്റെ ഹെലിക്കോണിയ ഫാമിലിയിൽ പെടുന്ന. അതുണ്ട് അല്ലേ? അത് വേണ്ട. ഇതൊരു ഫാൻ. അതൊരു വെറൈറ്റി ആണ്. ഇത് ഓ ഇതാണോ ഫിഷ് ബോൺ? ഓ അതിൻ്റെ മീൻ മുള്ളു മാതിരി. ഇത് വേറെ ഫാനാണ്. ഇത് ബേർഡ് നെസ്റ്റ് പോലെയല്ലേ ഇരിക്കുന്നത്? ഇത് പക്ഷേ ബേർഡ് നെസ്റ്റിന്റെ പോലെ ആ നെസ്റ്റ് വരില്ല. ഓ അല്ല, ഇത് കൂടി നിൽക്കുന്നല്ലേ? ശരി. പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. കുറച്ചൊരു ഷെയ്ഡുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. ഒരു അങ്കിൾ വാങ്ങിച്ചു വെച്ചിട്ട് പോയതാ. ചെടിച്ചട്ടിയിലുള്ളത് അല്ലേ? ഗോൾഡൻ യെല്ലോ പപ്പായ അല്ലേ? ഷെയ്ഡ് വൈൻ എന്നാണോ? ജെയ്ഡ്. ടിപ്പിൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഇത് ഓർണമെന്റൽ പൈനാപ്പിൾ. പിന്നെ ഇത് നമുക്ക് പ്രിയപ്പെട്ട ചെടി ശരി. കാക്ടസ്. കാക്ടസ് അല്ലേ?
ഹെഡ്ജിലൊക്കെ വെക്കാം. ചുവന്ന പൂവാണ്. ാണോ? ആ പൂവിനൊത്ത നിറമല്ല അല്ലേ, പേരിനൊത്ത നിറമല്ല അല്ലേ? 3 ഷെയ്ഡുണ്ട്, പിങ്കും ചുവപ്പും ഉണ്ട്. ഇത് മഞ്ഞയാണ്, ഇതിന്റെ പിങ്കാണ് ഡിഫറെന്റ് വെറൈറ്റി. അത് കൊള്ളാം. അച്ചാർ മുളക്, അതിൽ വിത്തുണ്ടാവും. ആപ്പിൾ ജാമ്പ എല്ലാം ടേസ്റ്റി അല്ല, സ്വീറ്റ് അല്ല. ഈ ദിൽഹരി, ബാലി, ഉമർ ഈ 3 വെറൈറ്റി മാത്രമാണ് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാനിത് ദിൽഹരിയും ബാലിയും ഉമറും ഇവിടെ നട്ടിട്ട് അതൊന്ന് ലെയർ ചെയ്ത് തൈ കൊടുക്കും. ഇത് ഏതാണ്? ഇത് ദിൽഹരിയാണ്. ദിൽഹരി ഇന്ത്യയിലാണ് ഇത് പോലീസിന്റെ ലാത്ത്. ഇത് പെൻസിൽ ബാമ്പു. ഇതും ഒരു ത്രോൺലെസ് ആണ്, ഒരു ബാമ്പു. കുറച്ചുകൂടി അകം നല്ല കട്ടിയാണ്. കരിമുള എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് ബ്ലാക്ക് ബാമ്പു. കരിമുള.